ജീവിതത്തിൽ വഴിയറിയാതെ, പ്രമാണങ്ങളില്ലാതെ, തെളിവില്ലാതെ ജീവിക്കുന്ന ഒരാൾ, അവന്റെ അവസ്ഥ അവൻ ആഴക്കടലിൽ പെട്ടുപോയ, ആ ഇരുളിൽ പെട്ടുപോയവനെ പെട്ടുപോയവരെ പോലെയാണ്. ആഴക്കടലിലെ ഇരുളുകളിൽ പെട്ടവനെ പോലെയാണ്. ആഴക്കടൽ എന്നുള്ളത് അത് അതിന്റെ ഉള്ളിൽ ഇരുളാണ് എന്നുള്ളത് ലോകമറിയുന്നതിന് മുമ്പ് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് വിശദീകരിച്ചു. എന്തുകൊണ്ട് ആ ഇരുൾ ഉണ്ടായി എന്നുകൂടി പറഞ്ഞു. ആ ഇരുളിന്റെ പ്രത്യേകത കൂടി പറഞ്ഞു. രണ്ടുതരം വേവുകൾ, രണ്ടുതരം തിരമാലകൾ അതിനെ പൊതിയുന്നുണ്ട്. ഒന്ന് ഇന്റേണൽ വേവാണ്. 1900-കളിൽ മാത്രം മനുഷ്യൻ മനസ്സിലാക്കിയ കടലിന്റെ അടിത്തട്ടിലെ തിരമാലകൾ. 1900-കളിൽ വരെ മനുഷ്യർ മനസ്സിലാക്കിയതും മനുഷ്യൻ കണ്ടതും പുറമെയുള്ള തിരമാലകൾ മാത്രമാണ്. ഇന്റേണൽ വേവ് എന്ന് പറഞ്ഞാൽ ആ ഇരുളിനെ പൊതിയുന്ന ആഴക്കടലിലുള്ള തിരമാലകൾ. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ശാസ്ത്രമാണ്. ഖുർആൻ പ്രഖ്യാപിച്ച ശാസ്ത്ര സത്യം തന്നെയാണ്. ആ തിരമാലകൾക്ക് മുകളിൽ വീണ്ടും തിരമാലയുണ്ട്. ആ തിരമാലക്ക് മുകളിൽ പിന്നെ മേഘക്കീറുകളുണ്ട്. ഇരുളുകൾക്ക് മുകളിൽ തട്ടുതട്ടുകളായുള്ള ഇരുളുകൾ. അപ്പോൾ അടിത്തട്ടിലെ ഇരുളോ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ, സ്വന്തം കൈ ആ ഇരുളിൽ അല്ലെങ്കിൽ ആഴക്കടലിൽ അകപ്പെട്ടു പോയ, ഇരുളിൽ പെട്ടുപോയ ഒരുത്തൻ സ്വന്തം കൈകൾ പുറത്തെടുത്തു നോക്കിയാൽ അതുപോലും കാണാത്ത രൂപത്തിൽ കൂരിരുട്ടിൽ പെട്ടുപോയവർ. വമല്ലം യജഅലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. ഏതെങ്കിലും ഒരാൾക്ക് അല്ലാഹു ജീവിതത്തിൽ പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ, വെളിച്ചം നൽകിയിട്ടില്ലെങ്കിൽ, അവന് വെളിച്ചം നൽകാൻ വേറെ ഒരാൾക്കും സാധ്യമല്ല തന്നെ. അപ്പൊ മനുഷ്യൻ ഭൗതിക ലോകത്ത് നേടേണ്ട, അവന്റെ ജീവിതത്തിൽ നേടേണ്ട ഒരു പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് ശ്രേഷ്ഠ സമൂഹം കൈവരിച്ചത്, ഉത്തമ സമൂഹം കൈവരിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇന്നലെയുണ്ടായിരുന്നു. ആ ഇന്നലെയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ തന്നെ രണ്ടിടങ്ങളിൽ, സൂറത്ത് ആല ഇംറാനിലും സൂറത്തുൽ ജുമുഅയിലും പറഞ്ഞില്ലേ, അവർ വ്യക്തമായ വഴികേടിലായ ജനതയാണ്. വഴിയറിയാതെ ജീവിച്ചൊരു ജനത, മരുപ്പച്ചകളിൽ നിന്ന് മരുപ്പച്ചകളിലേക്ക് യാത്ര ചെയ്തിരുന്ന ജനത, ഒട്ടക സംസ്കാരത്തിന്റെ ഉടമകളായിരുന്ന ഒരു ജനത. ആ ജനത ഉൾക്കൊണ്ട അന്ധകാരങ്ങളെ, ആ ജനത ഉൾക്കൊണ്ട അവിശ്വാസങ്ങളെ, ആ ജനത ഉൾക്കൊണ്ട ജീവിതത്തിലെ തിന്മകളെ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ ആവാഹിച്ച ഒരു പുതുതലമുറ ലോകത്ത് വളർന്നു വരികയാണ്. അന്ധവിശ്വാസത്തിൽ ആണ്ടുപോയ, ശിർക്കിൽ ആണ്ടുപോയ, കുഫ്റിൽ ആണ്ടുപോയ, അരാജകത്വങ്ങളിൽ ആണ്ടുപോയ, മതനിഷേധങ്ങളിൽ ആണ്ടുപോയ, ദൈവനിഷേധങ്ങളിൽ ആണ്ടുപോയ, സ്വവർഗരതിയിൽ ആണ്ടുപോയ, അതുപോലെ ലൈംഗികാതിക്രമങ്ങളിൽ ആണ്ടുപോയ, എന്നുവേണ്ട സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും അധപ്പതിച്ചു പോയ ഒരു ജനത ലോകത്ത് രൂപപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ആധുനികതയായി പരിചയപ്പെടുത്തപ്പെടുകയാണ്. നാസ്തികവാദികളായി, മാത്രമല്ല നിയോ എത്തീസ്റ്റുകളായി, നവനാസ്തികരായി സമൂഹത്തിന്റെ മുന്നിൽ കടന്നു വന്നുകൊണ്ട് ചില ആളുകൾ പറയുന്നത്, മനുഷ്യർ ഇതാ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഗവേഷണം നടത്തിയും കലാലയങ്ങളിൽ പോയും അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളിൽ ചുറ്റിത്തിരിഞ്ഞും അവൻ PhD എടുത്തും ഡോക്ടറേറ്റ് നേടിയും അവൻ ജീവിതത്തിന്റെ അറിവിന്റെ പുതിയ വാതായനങ്ങളും ശാസ്ത്രലോകത്തിന്റെ പുത്തൻ സാങ്കേതിക സംവിധാനങ്ങളും നേടിയെടുത്തു കഴിഞ്ഞപ്പോ അവന്റെ മുന്നിൽ വലിയ ലോകം തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാനവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആധുനികനായ മനുഷ്യൻ, പഠിച്ച മനുഷ്യൻ, അറിഞ്ഞ മനുഷ്യൻ, അവന്റെ മുന്നിൽ മറകളില്ല. അവന് ഇനി ഒരു തരത്തിലുള്ള സംസ്കാരത്തെ കുറിച്ചും സംസാരിക്കണ്ട എന്ന് മാത്രമല്ല, അവനിനി ഒരു തരത്തിലുള്ള മതത്തിന്റെയും ആവശ്യമില്ല. കാരണം അവൻ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ന്യൂട്രാലിറ്റി വാദം കടത്തിവിടുന്നത്, ലൈംഗിക അരാജകത്വവാദികൾ കടന്നു വരുന്നത്. അതുപോലെ തന്നെ തുറന്ന സെക്സിന്റെ, യാതൊരുവിധ ബാധ്യതകളുമില്ലാത്ത സെക്സിന്റെ ലോകം തുറക്കണമെന്ന് വാദിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുന്നത്.
നമ്മുടെ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ചെറിയ മക്കളുടെ കയ്യിൽ പോലും ലഹരി വസ്തുക്കൾ, അധുനാധുനികമായ, ആരുമറിയാത്ത, കണ്ണു ചവക്കാത്ത, അതുപോലെ തന്നെ മടിക്കാത്ത ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ജീവിതം ഒന്നേയുള്ളൂ, പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇസ്ലാം വളരെ ശക്തമായി ഇടപെടുന്നത്. ഇസ്ലാം ദീനെന്ന നിലക്ക് ലോകത്തോട് സംവദിക്കുമ്പോ കുറെ കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിതം അവസാനിക്കാറാകുമ്പോ, ജരാനരകൾ ബാധിച്ചു പോകുമ്പോ, മുടികൾ വെളുത്തു പോകുമ്പോ, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു പോകുമ്പോ, തൊലി ചുക്കി ചുളുങ്ങി പോകുമ്പോ, വയസ്സായ കുറെ മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന അവരുടെ ജീവിതത്തിന്റെ ഒടുക്കഭാവങ്ങളിൽ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കഥകൾ പറഞ്ഞു പോവുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെയുള്ള യുവതയോട് ഇസ്ലാം സംവദിക്കുകയാണ്, യുവത്വത്തോട് ഇസ്ലാം സംവദിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന വേളയിൽ ജീവിതത്തിന്റെ കരുത്തിന്റെ ഭാവം സ്വീകരിക്കുന്ന യുവത്വം, ആ യുവത്വത്തെ പരിവർത്തിപ്പിക്കാൻ പോന്ന പ്രത്യയശാസ്ത്രമാണ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം അവതരിപ്പിച്ചത്. ഇന്ന് ആധുനികതയുടെ പേര് പറഞ്ഞുകൊണ്ട്, പൗരന്റെ പേര് പറഞ്ഞുകൊണ്ട്, വികസനത്തിന്റെയും പുരോഗതിയുടെയും AI ടെക്നോളജിയുടെയും ഒക്കെ വികാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടത്തിക്കൊണ്ടുവരുന്ന സർവ്വ അരാജകത്വങ്ങളെയും നേരിടുവാൻ കഴിയുന്ന ലോകത്തെ ഒരു പ്രത്യയശാസ്ത്രം, അത് ഇസ്ലാം, അത് പ്രകാശമായി വെളിച്ചമായി ലോകത്ത് നിലനിൽക്കുകയാണ്. മനസ്സിലാക്കണം, ഇന്നീ പറയുന്ന അരാജകത്വങ്ങളൊന്നും പുതിയതല്ല. ഇസ്ലാം നേരിട്ട, ഇസ്ലാം എതിർത്തു തോൽപ്പിച്ച ഏതെല്ലാം സംഗതികളുണ്ടോ അത് തന്നെയാണ് ഇന്ന് പുനരാവിഷ്കരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്ക് യുവതയെ വിളിക്കുകയാണ് ഇസ്ലാം. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്നലകളിൽ ജീവിച്ച ഒരു യുവത്വം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, സംസ്കാരമറിയാതെ ജീവിച്ചവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലാണ് ഇസ്ലാം സംവദിച്ചത്. ചില ആളുകൾ ചോദിച്ചല്ലോ, 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോട് സംസാരിച്ച ഖുർആൻ കൊണ്ടാണോ ആധുനിക മനുഷ്യനോട് സംസാരിക്കുന്നത് എന്ന്. 6ാം നൂറ്റാണ്ടിൽ പുരോഗതി പ്രാപിക്കാത്ത ഒട്ടക സംസ്കാരത്തിന്റെ ഉടമകളായിരുന്ന ഒരു ജനതയോട് സംവദിച്ച ഖുർആൻ കൊണ്ടുവന്നിട്ടാണോ ടെക്നോളജിയുടെ ലോകത്ത് ജീവിക്കുന്ന ആധുനിക മനുഷ്യനോട് സംസാരിക്കുന്നത് എന്ന്. അവരോട് പറയാനുള്ള മറുപടി അതെ എന്ന് തന്നെയാണ്. കാരണം ഇസ്ലാം ഒരിക്കലും ടെക്നോളജികൾക്കെതിരല്ല. ടെക്നോളജികൾ ലോകത്തുണ്ടാകുമെന്ന് ലോകത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. മനുഷ്യൻ തബക്കകളായി, ഘട്ടം ഘട്ടങ്ങളായി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നടന്നു പോകുന്ന ഒരു വിഭാഗമാണ് എന്ന് അസന്നിഗ്ധമായ രൂപത്തിൽ തഅ്കീദിന്റെ എല്ലാ അടയാളങ്ങളും ഇട്ടുകൊണ്ട് പ്രഖ്യാപിച്ച ഖുർആനിന്റെ ആളുകളാണ് നമ്മള്. പക്ഷേ കാലമെത്ര പുരോഗമിച്ചാലും അരാജകത്വങ്ങൾക്ക് മാറ്റമില്ല, അന്ധവിശ്വാസങ്ങൾക്ക് മാറ്റമില്ല, മനുഷ്യ മനസ്സിനെ കൊണ്ടുപിടിക്കുന്ന അഴുക്കുകൾക്ക്, കറകൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് അധുനാധുനികമെന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള അസന്മാർഗിക പ്രവർത്തനങ്ങൾ അത് മുഴുവനും പഴയതാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ 6ാം നൂറ്റാണ്ടിലേക്ക് നിങ്ങൾ മാറ്റിക്കെട്ടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് 2ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ പുരോഗതി പ്രാപിക്കാത്ത 3ാം നൂറ്റാണ്ടിൽ അത്തരം കാലഘട്ടങ്ങളിൽ സമൂഹം കൊണ്ടു നടന്ന ജീർണിച്ച പ്രത്യയശാസ്ത്രങ്ങളെയാണ് ഇന്ന് ആധുനികതയുടെ പേര് പറഞ്ഞുകൊണ്ട് പുനരാവിഷ്കരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ രൂപത്തിലുള്ള എല്ലാവിധ അഴുക്കുചാലുകളെയും വൃത്തിയാക്കി വെടുപ്പാക്കി അവിടെ പ്രകാശം നിറച്ചുകൊണ്ട് ജനങ്ങളെ വഴി നടത്തുവാൻ കഴിയുന്ന ലോകത്തെ ഒരു പ്രത്യയശാസ്ത്രം അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ അറിയൂ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ജാഹിലിയ്യത്തിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് എന്തായിരുന്നു അവരുടെ നിലപാട്? അന്നത്തെ യുവത്വം കൊണ്ടു നടന്ന സംസ്കാരം എങ്ങനെയാണ്? അവരുടെ ജീവിതത്തിന്റെ നിലപാടെന്താണ്? ആ കാലഘട്ടങ്ങളിൽ ഉള്ള സംസ്കാരത്തെ സംബന്ധിച്ച് പറയപ്പെട്ടല്ലോ, من عيشة الفتى وجديك لم أحفل متى قام عبدي. 3 കാര്യങ്ങളിൽ പൂണ്ട ഒരു യുവത്വം എന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു യുവാവ്, ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അഭിലാഷമായി അവർ കണ്ടത് യുവത്വത്തിന്റെ കരുത്തായി, മേന്മയായി, പ്രകാശമായി അവർ കണ്ടത് എന്തിനെയാണ്? 3 കാര്യങ്ങളെയാണ്. ആ 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ മരിച്ചാൽ മതി, മരിച്ചു കിടന്നിട്ട് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന അവസ്ഥയിൽ ആയാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന ഒരു യുവത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏതുപോലെ
ഇന്ന് ലഹരിക്കടിമപ്പെട്ട് തെരുവുകളിൽ കിറങ്ങിക്കിടക്കുന്ന ആധുനിക തലമുറയെ പോലെ അക്കാലഘട്ടത്തിലെ ജനത ലഹരിയിൽ അണ്ടുപോയി, യുവത ലഹരിയിൽ അണ്ടുപോയി. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ലോകത്ത് വിരചിതമായ സാഹിത്യങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ആ കാലഘട്ടത്തിലെ യുവാക്കളുടെ ഹരമെന്തായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ നേരത്ത് ഇതാ തന്റെ ഇണ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മത്സരവുമായി തന്റെ ഭാര്യ കടന്നു വരുന്നതിന് മുമ്പ് വയറ് നിറയെ മദ്യം കുടിച്ച് നിറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ച ജനത. കാരണം രാത്രി മുഴുവനും കുടിച്ചിട്ട് കിറുങ്ങിക്കിടന്നവനാണ്. ആ കിറുങ്ങിക്കിടക്കുന്നവൻ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും മദ്യത്തിന്റെ ചഷകമെടുത്ത് ചുണ്ടത്തേക്ക് വെച്ചാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ബത്സിക്കുമല്ലോ, ഇന്നലെ രാത്രി കുടിച്ചതല്ലേ, ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ കുടിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ബത്സിക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കുടിക്കണമെന്ന് ആഗ്രഹിച്ച യുവത, വീണ്ടും ലഹരിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച ജനത. വെള്ളമൊഴിച്ചാൽ നുരഞ്ഞു പൊന്തുന്ന തവിട്ട് നിറമുള്ള മദ്യത്തെ കൊതിച്ച ജനത. ആ ജനതയായിരുന്നു മുഹമ്മദ് റസൂൽ വരുന്നതിന് മുമ്പ്, ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ജീവിച്ച യുവത. യുവതയുടെ പ്രത്യേകതയാണ്, യുവത്വത്തിന്റെ പ്രത്യേകതയാണ് എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഗ്രഹം അവർ കൊതിച്ചത് അതേ മഴമേഘങ്ങൾ കടന്നു വരുമ്പോ ആ തണുത്ത അന്തരീക്ഷത്തിൽ അവർ അടിച്ച ആ തമ്പുകൾക്കുള്ളിൽ തരുണികളുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതിനെ കൊതിച്ച യുവത എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ സാഹിത്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അവരുടെ ലൈംഗിക അരാജകത്വം ഏതുപോലെ ആധുനികതയുടെ പേര് പറഞ്ഞുകൊണ്ട് ക്യാമ്പസുകളിലും തെരുവുകളിലും വെയിറ്റിംഗ് ഷെഡുകളിലും അരാജകത്വം, ലൈംഗിക അരാജകത്വം അരങ്ങേറുന്ന ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെ അനുസ്മരിപ്പിക്കുന്നതിനേക്കാളും ഭീതിതമായ ലൈംഗിക അരാജകത്വങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം. അതാണ് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ലോകത്ത് കേട്ട സാഹിത്യങ്ങളിൽ മുഴുവനും നിറഞ്ഞു കിടക്കുന്നത്. ഇന്നും അറബി സാഹിത്യം വായിക്കുന്ന ആളുകൾ വായിക്കുകയാണ് എന്താണ് കാലഘട്ടത്തിലെ ലൈംഗികമായ രംഗത്തുള്ള യുവത്വത്തിന്റെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപജയം, ലൈംഗികാപജയങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ്. അവരുടെ സാഹിത്യം എന്താണ്? ഉംറുൽ ഖൈസിന്റെ കവിതകൾ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതപ്പെട്ട കവിതകൾ, വിശുദ്ധമായ കഅബാലയത്തിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയ ആ കവിതകൾ. ആ കവിതകളിൽ പോലും പരാമർശിക്കുന്ന വിഷയം കിഫാ, നിൽക്കൂ നിൽക്കൂ നബിക്ക്, നമുക്ക് കരയാം. എന്ത് പറഞ്ഞാ കരയേണ്ടത്? നമുക്ക് നമ്മുടെ ആ കാമുകിയെ കുറിച്ച് പറഞ്ഞു കരയാം, നമ്മുടെ കാമുകിയെ കുറിച്ച് പറഞ്ഞു കരയാം, അവരുടെ വീടിനെ കുറിച്ച് പറഞ്ഞു കരയാം. ഹൗമലിന്റെയും ദഹൂലിന്റെയും ഇടയിൽ അതേ അട്ടിയട്ടിയായി കിടക്കുന്ന മണൽത്തിട്ടകൾ അവസാനിക്കുന്നിടത്തുള്ള അവരുടെ വീടുകളെക്കുറിച്ച്, അവരുടെ വീടിനെ കുറിച്ചും അതിന്റെ പരിസരങ്ങളെ കുറിച്ചും അവിടെയുള്ള ഓർമ്മകളെ കുറിച്ചും പറഞ്ഞ് നമുക്ക് കരയാം എന്ന് പറഞ്ഞിട്ട് ഉംറുൽ ഖൈസ് പാടി വരുമ്പോ പിന്നെ കാണാം തനിക്ക് നഷ്ടപ്പെട്ടു പോയ, തന്റെ കണ്ണിൽ നിന്ന് അകന്നുപോയ, തന്റെ ജീവിതത്തിൽ നടന്നുപോയ കാമുകിയെ കുട്ടി പറ്റി പറഞ്ഞ് കരഞ്ഞ് അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഉമ്മുൽ ഹുവൈരിസിന്റെ മഅ്സൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉമ്മുർ റിബാബ് അഥവാ ഉമ്മുൽ ഹുവൈരിസിന്റെ അയൽവാസിയായി കഴിഞ്ഞ ഉമ്മുർ റിബാബിന്റെയും അവസ്ഥ അതുതന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാമുകിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വേറെ പല കാമുകളെയും കുറിച്ച് പറയുകയാണ്. അതിൽ ഇതാ ഉമ്മുർ റിബാബിനെ കുറിച്ച് പറയാണ്. ഉമ്മുൽ ഹുവൈരിസിന്റെ ഖൈസിന്റെ വാപ്പയുടെ കാമുകിയാണ് ഉമ്മുൽ ഹുവൈരിസ് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാമുകിയെ പ്രണയിക്കുന്ന മകൻ, വാപ്പയുടെ കാമുകിയെ തേടി പോകുന്ന മകൻ, ആ കാമുകിയെ വാപ്പയുടെ കാമുകിയെ പ്രണയിക്കുന്ന മകൻ. ഇതാണ് ജാഹിലിയത്തിന്റെ
ദിനരാത്രങ്ങളിൽ ജാഹിലിയ്യത്തിന്റെ വഴിയിടങ്ങളിൽ, ജാഹിലിയ്യത്തിന്റെ ഇടവഴികളിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആ ജാഹിലിയ്യത്തിലേക്കാണ് ഇസ്ലാം ശ്രേഷ്ഠ സമൂഹത്തിന്റെ പ്രഖ്യാപനവുമായി കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത ജാഹിലിയ്യത്ത്. അംർ ബിൻ കുൽസൂം പറഞ്ഞതുപോലെ അലാ ലാ യജ്ഹലന്ന അഹദുൻ അലൈനാ ഫനജ്ഹല ഫൗക ജഹ്ലിൽ ജാഹിലീന. നമ്മൾ ആരും ലോകത്ത് കണ്ടിട്ടില്ലാത്ത അത്രമാത്രം അരാജകത്വം നിറഞ്ഞ യുവത ജീവിച്ച യുവതകൾ തിളച്ചുമറിഞ്ഞ അവിടേക്കാണ് അള്ളാഹുവിന്റെ പ്രകാശവുമായി ഖുർആൻ എത്തുന്നത്. ആ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വാചകങ്ങൾ കേട്ടപ്പോ ആ ദീനിന്റെ തണലിലേക്ക് ഓടി വന്നത് താടി നിറച്ചവരല്ല, മുടി നിറച്ചവരല്ല, ജീവിതത്തിന്റെ എല്ലാ ഹരവും കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കടത്തിണ്ടയിൽ കൂടിയവരല്ല. നേരെ മറിച്ച് ആ വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ കേട്ടോടി വന്നത് യുവത്വമാണ്, യുവാക്കളാണ്, മദ്യത്തിൽ മുങ്ങിയവരാണ്, ലൈംഗിക രാജകത്വങ്ങളിൽ അണ്ടുപോയവരാണ്. അവരോടാണ് ഖുർആൻ ചോദിച്ചത്, അലം യഗ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിന്റെ ദിക്ർ, റബ്ബിന്റെ സ്മരണ കൊണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ അവരുടെ ഹൃദയങ്ങളെ ഭക്തിയുള്ള ഖുശൂഉള്ള ഹൃദയങ്ങളാക്കാൻ അവർക്ക് സമയമായില്ലയോ? ആ ഖുർആൻ കൊണ്ട് മനസ്സ് പരിവർത്തിപ്പിക്കുവാൻ അവർക്ക് സമയമായില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലയോ? ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം കേട്ട മാത്രയിൽ അവരിതാ പരിവർത്തിപ്പിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വഹിയിലേക്ക് അവർ കടന്നു വരികയാണ്. ആ രംഗം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവരോട് ചോദിച്ചിട്ട് അല്ലാഹു രണ്ടാം ആയത്തിൽ, അതിന് തൊട്ട് പിന്നെയുള്ള ആയത്തിൽ പറയുന്നത്, ഇഅ്ലമു അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഖദ് ബയ്യനാ ലക്കുമുൽ ആയാതി ലഅല്ലക്കും തഅഖിലൂൻ. ഇഅ്ലമു, നിങ്ങൾ അറിയണേ, ഒരു തലമുറയെയും നിങ്ങൾ തള്ളിക്കളയരുത്, ഒരു ജനറേഷനെയും നിങ്ങൾ തള്ളിക്കളയരുത്. ഏത് അരാജകത്വവാദിയാണെങ്കിലും, എത്ര തന്നെ ഉറച്ച കൽബിന്റെ ഉടമയാണെങ്കിലും, അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, തരിശുഭൂമിയെ തളർത്തി വളർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഒന്നുമില്ലെന്ന് കരുതുന്ന, അതേ തരിശുഭൂമി എന്ന് കരുതുന്ന വരണ്ടുണങ്ങിപ്പോയ പ്രദേശങ്ങളിൽ മഴ പെയ്യിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പച്ചിപ്പ് മുളപ്പിക്കുകളിൽ ആണ്ടുപോയ യുവത, എല്ലാവിധ സംസ്കാരങ്ങളെയും വലിച്ചെറിഞ്ഞ ജനത, ആ ജനതയുടെ കൽബിനെ പുഷ്ടിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ വലിയൊരു പ്രതീക്ഷ തരികയാണ്. യുവത്വത്തെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷ തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രേഷ്ഠ സമൂഹം പ്രതീക്ഷയർപ്പിച്ചത്. അതേ മാറ്റമുണ്ടാകുമെന്ന് കരുതിയത് യുവാക്കളിൽ തന്നെയാണ്. ലോകത്ത് സംഭവിച്ചതും അതുതന്നെയാണ്. നിങ്ങൾ കേട്ടപ്പോ അവരുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ കാമ്പിനെ കുറിച്ച് അവരറിഞ്ഞപ്പോ അവർക്ക് വന്ന മാറ്റം എത്രയാണ്, അവർക്ക് വന്ന പരിവർത്തനം എത്രയാണ്, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എത്രയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ കാണാം 22 രാഷ്ട്രങ്ങളുടെ അധിപനായി ഒരു കാലഘട്ടത്തിലെ ഉക്കാല ചന്തയിൽ ഊരുചുറ്റിയിരുന്ന ഉമർ മാറുമ്പോ വിശുദ്ധ ഇസ്ലാമിന്റെ തെളിമയാർന്ന സുന്ദരമായ ആശയ തലങ്ങളെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ലോകത്ത് വിശ്വോത്തര പൗരനായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിയിട്ട് അവസാനം പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് സംസ്കാരം പഠിച്ചു, റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്നു കൊണ്ട് ദീൻ പഠിച്ചു, റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്നു കൊണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് പൊളിറ്റിക്സ് പഠിച്ചു. അങ്ങനെ ജീവിതത്തിന്റെ നാനാവശങ്ങളെയും ഉൾക്കൊണ്ട് അവസാനം അത് പ്രാവർത്തികമാക്കി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയായി, നാടിന്റെ അധിപതിയായി മാറുമ്പോ അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്ത കിസ്റയുടെ കൊട്ടാരങ്ങള്, അതുപോലെ തന്നെ റോമിന്റെ പ്രവിശ്യകൾ മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന്റെ കാൽക്കീഴിലേക്ക് വരുമ്പോ അതിന്റെ ഭാഗമായി കിസ്റ ജയിച്ചുകൊണ്ട് അവിടെയുള്ള കൊട്ടാരങ്ങളിലുള്ള സർവ്വ വിലപിടിച്ച വസ്തുക്കളും മദീനയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതാ കിസ്റയെ ജയിച്ചു കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള മുത്തുകളും രക്തങ്ങളും പതിച്ച കോട്ടുകളും, അതുപോലെ തന്നെ അവിടെ അധികാരത്തിന്റെ അടയാളങ്ങളുമൊക്കെ മദീനയുടെ തെരുവുകളിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ കിസ്റയുടെ കൊട്ടാരത്തിലെ അധിപന്മാർ ധരിച്ച വലിയ കോട്ടുകൾ മദീനത്തെ കുട്ടികൾ അവർ കമ്പിലിങ്ങനെ കോർത്തിട്ട് മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സുറാഖയോട് റസൂലുള്ള പറഞ്ഞ വാചകമുണ്ടല്ലോ, സുറാഖ ഒരു നാൾ നിന്റെ മുന്നിൽ വരും, ആ ദിവസത്തിൽ ഹുർമുസിന്റെ മകനായ കിസ്റയുടെ കയ്യിലെ
അവന്റെ അധികാരത്തിന്റെ വള നിന്റെ കയ്യിൽ ധരിപ്പിക്കപ്പെടുന്ന കാലം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന സമയത്ത് റസൂലുള്ള നടത്തിയ പ്രവചനം, അത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ നടപ്പാക്കിയ ഘട്ടത്തിൽ, അഥവാ കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വസ്തുവകകളുടെ കൂട്ടത്തിലെ അവരുടെ അധികാരത്തിന്റെ തടവളം മാലിക്കിന്റെ കയ്യിൽ ധരിച്ചു കൊടുക്കുന്ന വേളയിൽ ഇതാ ആ രൂപത്തിൽ എല്ലാ നിലക്കുമുള്ള പ്രതാപവും കണ്ട് കിസ്റയിൽ നിന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവനും മദീനയിൽ കൂമ്പാരമായി കിടക്കുന്നത് കണ്ട് ആ കിസ്റയുടെ അധികാരത്തിന്റെ തടവള മഹാനായ സുറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ധരിപ്പിച്ചു കൊടുത്തതിനു ശേഷം ഇതാ പൊട്ടിക്കരയുന്ന ഒരു ഉമറിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. കരയുന്ന ഒരു ഉമറിനെ കാണാൻ കഴിയുന്നു. കിസ്റ വിജയിച്ചതിനു ശേഷം അവിടുത്തെ സമ്പത്ത് മുഴുവനും മദീനയിലേക്ക് ഒഴുകി വരുന്ന വേളയിൽ അത് മുഴുവനും കണ്ണറയെ കണ്ടിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതാ കരങ്ങൾ നീട്ടി റബ്ബിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന കാണാം. എന്ത്? അല്ലാഹുമ്മ ഇന്നി ഖദ് അലിംതു അന്ന റസൂലക കാന യുഹിബ്ബു അൻ യുസീബ മാലൻ ഫയുൻഫിഖഹു ഫീ സബീലിക വഅലാ ഇബാദിക വസബൈത ദാലിക അൻഹു നദറൻ മിൻക ലഹു വഖിയാറാ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ജീവിച്ചു, ഈ മദീനയിൽ മുത്തുനബി ജീവിച്ചു. ആ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതേ ശത്രുക്കൾക്കുള്ളതുപോലെയുള്ള സമ്പത്ത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, അവർ ആ ദുനിയാവിൽ കൊണ്ട് നടക്കുന്ന പ്രതാപം പോലെ ഭൗതികമായ സ്വത്തുവകകൾ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മുഹമ്മദുർ റസൂലുള്ള ആഗ്രഹിച്ചിട്ടുണ്ട്. മക്കയിൽ വെച്ച് പോലും അല്ലാഹുവിന്റെ റസൂൽ അത് കൊതിച്ചിട്ടുണ്ട്. കാരണം അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെയുള്ള ആളുകൾ സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട് അവരിങ്ങനെ നാട്ടിലഴിഞ്ഞാടുമ്പോ പ്രവാചകനും ഒരു വേള മറുഭാഗത്ത് നിന്ന് കൊതിക്കുകയാണ്. ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവില് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ആവശ്യത്തിന് പണമില്ലാതെ ബഹിഷ്കരണം ഏറ്റുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോ ഇതാ അബൂജഹലിനെ പോലെയുള്ള, ഉത്ബത്തിനെ പോലെയുള്ള ആളുകൾ തറവാടിന്റെ പണം കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പണം കൊണ്ട് മറ്റു നിലക്കുള്ള സമ്പത്ത് കൊണ്ട് അവർ അഴിഞ്ഞാടുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഒരു വേള ചിന്തിച്ചു പോയി, അവർക്കുള്ള പ്രതാപം പോലെ ദുനിയാവിൽ നമുക്കും സാമ്പത്തികമായ പ്രതാപം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ഒരുപാട് ചെയ്യാമായിരുന്നല്ലോ, ഒരുപാട് നന്മയിൽ പ്രവർത്തിക്കാമായിരുന്നല്ലോ എന്ന് പ്രവാചകൻ കൊതിച്ചപ്പോൾ അല്ലാഹു ആയത്തിറക്കി കൊടുക്കുകയാണ്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ തുമ്മ മഅവാഹും ജഹന്നം. ഓ മുത്തുനബിയേ, അവിശ്വാസികൾ സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട് ദുനിയാവിൽ അഴിഞ്ഞാടുന്നത് കാണുമ്പോ അത് കണ്ടിട്ട് ഒരിക്കലും നീ വഞ്ചിതനായി പോകണ്ട കേട്ടോ. മതാഉൻ ഖലീൽ, അത് തുച്ഛമായ വിഭവം മാത്രമാണ്, ദുനിയാവിൽ അവർക്ക് നൽകപ്പെടുന്ന വിഭവം മാത്രമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു താക്കീത് നൽകുന്നുവെങ്കിൽ ആ രംഗം ഓർത്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ദുനിയാവിലെ സമ്പത്ത്. അത് വേറൊന്നിനുമല്ല, ഫയുൻഫിഖഹു ഫീ സബീലിക, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനായിരുന്നു അത്. പക്ഷേ ആ റസൂൽ നീ തടഞ്ഞു, ആ റസൂൽ നീ തടഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നീ തടഞ്ഞു എന്ന് മാത്രമല്ല, ആ റസൂലും ഇതാ മരിക്കുന്ന നേരത്ത് 30 സാൾ ഗോതമ്പിന് വേണ്ടി ഇതാ തന്റെ പടയെങ്കിൽ പണയം വെച്ച അവസ്ഥയിലാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അത് മാത്രമല്ല, അല്ലാഹുമ്മ ഇന്നി ഖദ് അലിംതു അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കാന യുഹിബ്ബു അൻ യുസീബ മാലൻ ഫയുൻഫിഖഹു ഫീ സബീലിക്. അബൂബക്കറും ഇതുപോലെ ആഗ്രഹിച്ചയാളാണ്. എത്ര തന്നെ തനിക്കുണ്ടെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കൊതിച്ചയാളാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ സദഖ നൽകിയ ആളാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പോലും കൊതിച്ചുപോയി ഉമറിനെയോ അബൂബക്കറിനെയോ ഒന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ സദഖയുടെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചിട്ട് ഒരു വേള ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഹദിയ ചോദിക്കുമ്പോ, റസൂലുള്ള സദഖ ചോദിക്കുമ്പോ അന്ന് ഉമർ തീരുമാനിച്ചു പോയതാണ്, ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ, ഈ നന്മയിൽ ഇവിടെ 2ാം സ്ഥാനം നേടാനേ അബൂബക്കറിന് കഴിയൂ. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗ്ഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, മത്സരിക്കുന്നവർ സ്വർഗ്ഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ സ്വർഗ്ഗത്തിന്റെ വിഷയത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ സമ്പത്തിന്റെ പകുതിയുമായി നേരെ വന്ന അല്ലാഹുവിന്റെ റസൂലിനെ കൈമാറിയിട്ട് ഇതാ മാറി നിൽക്കുകയാണ്. അബൂബക്കർ എന്താണ് കൊണ്ടുവരുന്നത് എന്നറിയാൻ ഇതാ പിന്നാലെ അബൂബക്കർ വരികയാണ്. ചെറിയ ഒരു കിഴി മാത്രമാണ് അബൂബക്കർ
അബൂബക്കറിന്റെ കയ്യിലുള്ളത്. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പ്രസന്നമായി. കാരണം എന്റെ സമ്പത്തിന്റെ പകുതിയും കൊടുത്തിട്ടാ ഞാൻ നിൽക്കുന്നത്. ഇത്തവണ അബൂബക്കർ ഇതാ ചെറിയൊരു കിഴിയുമായിട്ടാ വരുന്നത്. ഇതാ അത് കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്റെ കൂടെയുള്ള അനുചരന്മാര് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ മനസ്സ് വായിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഉമറിനോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഉമറേ നീ ഇത്തവണ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത്? ഉമർ റളിയല്ലാഹു അൻഹു തെല്ല അഭിമാനത്തോടെ പറഞ്ഞു, അതെ, എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ തന്നിരിക്കുന്നു. എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വെച്ചത് എന്റെ സമ്പത്തിന്റെ പകുതി മാത്രമാണ്. പകുതിയും എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ മറുപടി പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അബൂബക്കറേ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകിയത്? എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത്? താങ്കളുടെ കുടുംബത്തിന് വേണ്ടി എന്താ മാറ്റിവെച്ചത് എന്ന് ചോദിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഞാൻ മാറ്റിവെച്ചത് അല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനെയും റസൂലിനെയും മാത്രമാണ്. എന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തുമാണ് നബിയെ ഇപ്പോൾ അങ്ങയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത്. മനസ്സിലാക്കണം, ഈ രൂപത്തിൽ എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മനസ്സുള്ള അബൂബക്കർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പക്ഷേ ഇത്രയും സമ്പത്ത് അല്ലാഹുവേ നീ അദ്ദേഹത്തിന് കൊടുത്തില്ലല്ലോ, അദ്ദേഹത്തിന്റെ അധികാരത്തിൽ കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതാ ഞാൻ ഖലീഫയായപ്പോ കിസ്രയിലെ അതുപോലെ തന്നെ റോമിന്റെ പ്രവിശ്യകളിൽ നിന്നുള്ള കോടിക്കണക്കിന് സമ്പത്ത് മദീനയിലേക്ക് ഇങ്ങനെ ഒഴുകുമ്പോ ഞാൻ അഹങ്കരിക്കുന്നില്ല അല്ലാ, ഞാൻ മതിമറക്കുന്നില്ല അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അയ്യകൂന ഹാദാ മക്രം മിൻക ബി ഉമർ. അല്ലാഹുവേ, ഉമറിന്റെ കാര്യത്തിൽ നീ കാണിക്കുന്ന തന്ത്രമാണോ ഇത്? ഉമറിനെ തോൽപ്പിക്കാൻ നീ നടത്തുന്ന തന്ത്രമാണോ ഇത് എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞു കരഞ്ഞ ഉമർ. ആ ഉമറിന്റെ കൽബിലുണ്ടായ മാറ്റം അത് അല്ലാഹുവിന്റെ പ്രകാശം കൽബിലേക്ക് ഇറങ്ങിയ മാറ്റമാണ്. ആ ജാഹിലിയ്യത്തിന്റെ ഉകാലയിൽ നിന്ന് ദീനിന്റെ പ്രകാശം സ്വീകരിച്ച് പരിവർത്തിപ്പിക്കപ്പെട്ട യുവാവായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുള്ള മാറ്റമാണ്. ഇതേതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമാണോ? ഒരിക്കലുമല്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ചരിത്രത്തിൽ ഇതിഹാസം തീർത്ത യുഗപുരുഷനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ നോമ്പുകാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുകയാണ്, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ നോമ്പുകാരനായിരിക്കുമ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരവുമില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച വേളയിൽ ആ ഭക്ഷണത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറുൻ മിന്നി കുഫിന മിൻ ബുർദതി ഇൻ ഉത്തിയ റഅസുഹു ബദത് റിജ്ലാഹു വഇൻ ഉത്തിയ റിജ്ലാഹു ബദ റഅസുഹു വഉറാഹു ഖാൽ വഖുതില ഹംസ വഹുവ ഖൈറുൻ മിന്നി. എന്നെക്കാൾ എത്രയോ ഉത്തമനാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മക്കയിലെ തെരുവുകളിൽ ഏറ്റവും സുന്ദരനായി തന്റെ യുവത്വം ചെലവഴിച്ച മുസ്അബിന്റെ ചെവിയിലേക്ക് ദീനെത്തിയപ്പോ, അതേ ആ ഇരുളാർന്ന ജാഹിലിയ്യത്തിന്റെ ലോകത്ത് നിന്ന് ഇസ്ലാമിന്റെ തീരത്തേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോ അദ്ദേഹം നല്ല ജീവിതം നയിച്ചു. പക്ഷേ അദ്ദേഹം മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ കഫൻ പുടവയുടെ അവസ്ഥ തലയിലേക്ക് വലിച്ചിട്ടാൽ കാല് വെളിവാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിലേക്ക് വലിച്ചിട്ടാൽ കാല് വെളിവാകുന്നത് പോലെ കാലിലേക്ക് വലിച്ചിട്ടാൽ തല വെളിവാകുമായിരുന്നു. മാത്രമല്ല, എന്നെക്കാളും നല്ല ജീവിതം നയിച്ച ആളാണ് ഹംസത്തുൽ ഖുറാർ. ഉഹദിന്റെ രണഭൂമിയിൽ വഹ്ശി എറിഞ്ഞ അമ്പേറ്റുകൊണ്ട് പിടഞ്ഞു വീണ മഹാനായ ഹംസത്തുൽ ഖുറാർ. അവരെല്ലാവരും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയി. എന്നാലോ ഞങ്ങളും ഇവിടെ ജീവിക്കുകയാണ്. അതെ, അവർക്കൊന്നും കിട്ടാത്ത ദുനിയാവ് ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുമ്പോ മനസ്സിലാക്കണം, ഇതാ ഞങ്ങൾക്ക് സൗകര്യമേറുകയാണ്. ഞങ്ങൾ ആധുനികതയുടെ പുതിയ മേഖലകൾ, മേച്ചിൽപ്പുറങ്ങൾ തേടിയെടുത്തിരിക്കുകയാണ്. ഞങ്ങളിതാ വലിയ വലിയ വികാസം നേടിയിരിക്കുകയാണ്, സാമ്പത്തികമായ ഔന്നത്യം നേടിയിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കരിക്കുകയല്ല. ആധുനിക മുസ്ലിമിന് പറ്റിയ അധപ്പതനത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ അതേ തീ പുകയാത്ത അടുപ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങേറ്റം പ്രയാസം സഹിച്ച് ദുരിതം സഹിച്ച് ജീവിച്ചിരുന്ന ആ മക്കൾക്ക് മുന്നിൽ അല്ലാഹു ദുനിയാവ് തുറന്നു കൊടുത്തപ്പോ, ഗൾഫിൽ നിന്ന് കുറച്ച് ദീനാറുകൾ കേരളത്തിലേക്ക് ഒഴുക്കപ്പെട്ടപ്പോ, ദിർഹമുകൾ കേരളത്തിലേക്ക് തുറക്കപ്പെട്ടപ്പോ,
ദീൻ വേണ്ട എന്ന് പറയുന്ന ആധുനിക മുസ്ലിമേ, വിവാഹരംഗത്ത് കൂത്തരങ്ങ് നടത്തുന്ന ആധുനിക മുസ്ലിമേ, അരാജകത്വങ്ങൾ കൊണ്ട് ഹറാമുകൾ കൊണ്ട് വിവാഹ ദിനങ്ങളും വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും രാത്രികളുമൊക്കെ നിറയ്ക്കുന്ന അങ്ങനെ അരാജകത്വത്തിലേക്ക് കണ്ടുപോയ ഒരൽപ്പം ദുനിയാവ് റബ്ബ് തന്നപ്പോ അള്ളാന്റെ ദീൻ മറന്നുപോയ തലമുറ മനസ്സിലാക്കണം. ശ്രേഷ്ഠ സമൂഹം, ഉത്തമ സമൂഹം, ഈ ലോകത്ത് ജീവിച്ച ഉത്കൃഷ്ടരായ ജനത അവർ ചിന്തിക്കുകയാണ്, മിസ്അബ് എന്നെക്കാളും ഉന്നതനായിരുന്നു, അള്ളാഹു ദുനിയാവ് കൊടുത്തില്ല. അതുപോലെ ഹംസത്തുൽ ഖറാർ എന്നെക്കാളും ഉത്തമരായിരുന്നു, എന്നാൽ അള്ളാഹു ദുനിയാവ് കൊടുത്തില്ല. എന്നാൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുമ്പോ അവർക്ക് കൊടുക്കാത്തത് അള്ളാഹു ഞങ്ങൾക്ക് തരുമ്പോ വഖദ് ഖശീനാ അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ, ഞങ്ങൾ ഭയപ്പെടുകയാണ് ഞങ്ങളുടെ നന്മകൾക്കുള്ള പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ തന്നെ തന്നു തീർക്കുകയാണോ എന്ന്. ഞങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ തന്നെ തന്നു തീർക്കുകയാണോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഖശീന, ഞങ്ങൾ പേടിക്കുകയാണ്, ഞങ്ങൾക്കുള്ള പ്രതിഫലം ഇതാ അള്ളാഹു ധൃതി വെച്ച് ദുനിയാവിൽ തന്നെ തന്നു തീർക്കുകയാണോ എന്ന് പറഞ്ഞു തുമ്മ ജഅല യബ്കീ, അദ്ദേഹം കരയുകയാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ പരിവർത്തിപ്പിക്കപ്പെട്ടത് മുഴുവനും യുവാക്കളാണ്, യുവതയാണ്. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠ സമൂഹം, ആ ശ്രേഷ്ഠ സമൂഹത്തിന്റെ ഉത്തമമായ സംസ്കാരം, ആ സംസ്കാരത്തെ വിളംബരം ചെയ്യുന്ന ഈ ക്യാമ്പയിൻ സർവതല സ്പർശിയാണ്, ആധുനിക തലമുറയോട് സംവദിക്കാനുള്ളതാണ്. ഈ ക്യാമ്പയിൻ കൊണ്ട് പ്രതീക്ഷ വെക്കുന്നത് അള്ളാഹുവിന്റെ നൂറുകൊണ്ട് തിളങ്ങേണ്ട യുവതയുടെ ഹൃദയമാണ്. സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും സുഗന്ധമുള്ള, ഏറ്റവും പ്രകാശമുള്ള യുവത്വം, ആ യുവത്വം ഈ ദീൻ കൊണ്ട് പ്രകാശിക്കണം. നമ്മുടെ തലമുറ ദീൻ കൊണ്ട് പ്രകാശിക്കണം. എല്ലാവിധ അരാജകത്വങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ ഉടമകളായി, ശ്രേഷ്ഠ സമൂഹമായി ഈ യുവത മാറാനുള്ള പരിശ്രമമാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിലും ദീനിന്റെ പ്രകാശവും കയ്യിലേന്തി കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹു ഇതുകൊണ്ട് ജീവൻ നൽകും മനുഷ്യർക്ക്, ഇതുകൊണ്ട് മാറ്റം വരുത്തും മനുഷ്യർക്ക്. ഇന്നലകളിൽ ജാഹിലിയ്യത്തിൽ മാറ്റം വന്നതുപോലെ, ആ ഇരുളുമാറ്റി പ്രകാശം പരത്തിയതുപോലെ ഈ ദീൻ, അല്ലാഹുവിന്റെ ഖുർആൻ ആ പ്രകാശമായ ദീനും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണങ്ങളും കൊണ്ട് സമൂഹത്തിന്റെ എല്ലാവിധ ഇരുളുകളെയും വകഞ്ഞു മാറ്റി പരിവർത്തിപ്പിക്കപ്പെടാൻ, ഈ സമൂഹം ഉയർന്ന സമൂഹമാകാൻ ഈ പ്രമേയം കാരണമാകും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ദഅവത്തുമായി, പ്രബോധനങ്ങളുമായി, ഈ ക്യാമ്പയിന്റെ ഉന്നതമായ ഈ പ്രഖ്യാപനവുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അല്ലാഹു അത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.